ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫോണിൽ സമാധാനമായി റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഉപ്പ വിളിക്കുന്നത്. മോനെ, ഇന്നലെ കൊണ്ടുവന്ന പൂവൻ പുകയ്ക്ക് വെച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോഴാണ് ഞാനും ഓർത്തത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാനത് മറന്നുപോയല്ലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. അടുത്തത് ഇനി ആ പരിപാടി ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. നിങ്ങൾ എപ്പോഴെങ്കിലും പച്ചക്കുല പുകയ്ക്ക് വെച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഇങ്ങനെയാണ് പുകയ്ക്ക് വെക്കുന്നത്. കാണിച്ചു തരാം, വാ. ഈ കാണുന്ന 2 കുലയും ഞാൻ 2 ദിവസം മുന്നേ പുകയ്ക്കാൻ വെച്ചതാണ്. നല്ല അടിപൊളിയായി പഴുത്തിട്ടുണ്ട്. ആദ്യമേ നമ്മുടെ കൂട്ടിലുണ്ടായിരുന്ന 2 പേരെയും എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം നമ്മുടെ പുതിയ ആളെ അകത്ത് വെക്കുക. ഇത് കണ്ടോ, ഇതൊരു ചെറിയൊരു സൂത്രപ്പണിയാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പുകയ്ക്ക് വെച്ചില്ലേ, അത് മറ്റു പ്രാണി, പാറ്റ അതുപോലുള്ള ചെറിയ ചെറിയ ജീവികൾ വന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പഴുത്ത കേടുവന്ന നമ്മളെ മുന്നേ വെച്ച പഴത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾ മുറിച്ചിട്ടിട്ട് കൊടുക്കുക, അതിന് ചുറ്റുമായിട്ട് മുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് പഴുപ്പിക്കുന്ന പഴത്തിന് ആ ജീവികൾ ആക്രമിക്കില്ല, അത് വന്നങ്ങ് തിന്നോളും. അതാണ് അതിൻ്റെ കുട്ടൻസ്. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്ന കർമ്മം എന്ന് വെച്ചാൽ പുകയിടൽ കർമ്മമാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പാരമ്പര്യ രീതി തന്നെയാണ്. കുറച്ച് ചകിരിക്കുച്ചും അതിൻ്റെ നടുക്ക് ചെറിയൊരു കഷ്ണം കടലാസം വെച്ച് അതിന് ചെറുതായി കത്തിച്ചിട്ട് പുകക്കൂട്ടിൽ വെക്കുക. തീ അണഞ്ഞതിന് ശേഷം അത് പുകയാൻ തുടങ്ങും. അപ്പോൾ കൂട് അടച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ഇങ്ങനെ ഒരു ദിവസം കൂടിനകത്ത് വെച്ചാൽ നമ്മുടെ കുല ചെറുതായി കളറായി കിട്ടും. അഥവാ 2 ദിവസം വെച്ചാലോ നന്നായി പഴുത്ത് കിട്ടും, ഏകദേശം ഇതുപോലെ. ഇത് ഞാൻ 2 ദിവസം മുന്നേ വെച്ചതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ചെയ്യാൻ മറക്കണ്ട. എല്ലാം ധൈര്യമായി ചെയ്തോളൂ.